friends, welcome to Competitive Cracker. ഞാൻ മേഘ. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് തകൃതിയായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ? അതെ അല്ലേ? നിങ്ങൾ എപ്പോഴും കമന്റിൽ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എന്നായിരിക്കും പരീക്ഷ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം പരീക്ഷ എന്നാന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ജൂൺ മാസം തൊട്ട് കേന്ദ്ര എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് CGL SSC നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന CGL എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അത് കഴിഞ്ഞാൽ തന്നെ CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊക്കെ പല ഷിഫ്റ്റുകളായിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു പെർട്ടിക്കുലർ ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ മാസങ്ങളിൽ ഇപ്പോൾ ജൂൺ ജൂലൈ അല്ലേ, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ട് CHSL നടക്കുന്നുണ്ട്. പിന്നെ MTS എക്സാം നടക്കുന്നുണ്ട്. ഇങ്ങനെ പരീക്ഷകളുടെ ഒരു കാലം തന്നെയാണ്. പിന്നെ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ജൂൺ മാസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് ആയിട്ടാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടോ, ഒന്നില്ലെങ്കിൽ ജൂലൈ ഒരു സെക്കൻഡ് വീക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതൊരു ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും തീരും. ഓക്കെ, ആ രീതിയിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക എന്നാണ് ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നുള്ള അറിവ്. സോ അതുകൊണ്ട് ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്താണ്, ഏപ്രിൽ മാസം പകുതി കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനി ആകെ മെയ് ജൂൺ ജൂലൈ. പക്ഷേ 3 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 മാസം ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറാനായി സാധിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഫിസിക്കൽ എക്സാം ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു 4 സ്റ്റേജുകളിലൂടെയാണ് RRBയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് ഏറ്റവും നന്നായി തന്നെ പഠിക്കുക. എങ്ങനെ പഠിക്കണം, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുൻ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക കേട്ടോ. അപ്പോൾ നല്ല പാക്കേജോട് കൂടി, നല്ലൊരു സാലറി പാക്കേജോട് കൂടി വരുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. പലപ്പോഴും SSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും CHSL ഒന്നും പലപ്പോഴും എഴുതി മടുത്ത പല ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു എൻട്രി ലെവൽ പോസ്റ്റായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം സമയമൊക്കെ കിട്ടും, പഠിക്കാനായിട്ടും ടൈം കിട്ടും. അപ്പോൾ കൂടുതൽ അവിടെ നിന്ന് നന്നായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ജോലികൾക്കൊക്കെ ശ്രമിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ അവസരം കൂടി ഗ്രൂപ്പ് ഡി തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൃത്യമായി സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ റെക്കോർഡഡ് എല്ലാ സബ്ജക്റ്റുകളുടെയും റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ഈ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പഠിക്കാനായി സാധിക്കും. പിന്നെ നിങ്ങളുടെ പഠനത്തെ മുൻപോട്ട് നയിക്കാൻ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ട് കേട്ടോ. പിന്നെ എക്സാംസ്, റിവിഷൻ എക്സാംസും PYQ ഡിസ്കഷനും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരം ഒരിക്കലേ വരൂ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് നോക്കൂ. കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി നിങ്ങൾക്ക് ആ ഒരു പേരെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അതിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്നായി പഠിക്കാം.